നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഡിസൈൻ സീക്വൻസ് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്കതൊക്കെ പഠിക്കാം. ഇത് ഫ്ലവർ സീക്വൻസ് ആണ് കേട്ടോ. ഇത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ്. മാത്രമല്ല ഇത് കപ്പ് ടൈപ്പുമാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു 3D ലുക്ക് കിട്ടും. ഇതും ഫ്ലവർ സീക്വൻസ് തന്നെയാണ്, കുറച്ചുകൂടെ വലിയ സൈസാണ്. ഇതിനെ ഐ സീക്വൻസ് എന്നോ അല്ലെങ്കിൽ ലീഫ് സീക്വൻസ് എന്നോ ഒക്കെ പറയാം. കാരണം ഒരു ലീഫിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഷേപ്പിലുള്ള സീക്വൻസ് ആണ്. നെക്സ്റ്റ് സൈഡ് ഹോൾ സീക്വൻസ് ആണ്. ഈ സീക്വൻസിൻ്റെ സെൻറ്ററിലല്ല ഹോള് വരുന്നത്, സൈഡിലാണ് ഹോള് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സൈഡ് ഹോൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ഫ്ലാറ്റ് ടൈപ്പാണ് കേട്ടോ. ഈ സീക്വൻസ് കൂടുതലും നമ്മൾ ഫ്ലവർ ഡിസൈനിനാണ് യൂസ് ചെയ്യുന്നത്. സീക്വൻസിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. പുതിയ പുതിയ ഓരോ ഷേപ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലവർ സീക്വൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്ലവർ സീക്വൻസ് ഇപ്പോൾ 2 സൈസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ബ്ലൂ ചെറിയ സൈസാണ് കേട്ടോ. ഈ ഓറഞ്ച് കണ്ടോ, ഓറഞ്ച് കുറച്ചുകൂടെ വലിയ സൈസാണ്. രണ്ടും ഒരേ ഫ്ലവർ ഷേപ്പ് തന്നെയാണ്, പക്ഷേ സൈസിലാണ് വ്യത്യാസം. ഫസ്റ്റ് ലൈനിൽ പ്രാക്ടീസ് ചെയ്യാം, അതിനുശേഷം ഒരു ഫ്ലവർ ഷേപ്പ് ചെയ്ത് കാണിക്കാം. സീക്വൻസ് അരി നീഡിൽ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ നീഡിൽ യൂസ് ചെയ്തും സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നോർമൽ നീഡിൽ യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. നോർമൽ നീഡിലിൽ ചെറിയ ഹോളുള്ള ഏത് നീഡിൽ വേണേലും യൂസ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ നമ്പർ പറയുന്നില്ല, കാരണം സീക്വൻസിൻ്റെ ആ ഒരു ഹോളിൽ സാധാരണ എല്ലാ നീഡിലും കയറാൻ പറ്റും. നീഡിലിൻ്റെ ഹോള് അധികം കട്ടിയില്ലാത്ത നീഡിൽ യൂസ് ചെയ്താൽ മതി. നീഡിൽ നമ്പർ 10, 12 ഒക്കെ കട്ടിയില്ലാത്ത സൂചിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല, കട്ടിയില്ലാത്ത ഏത് സൂചി വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ ത്രെഡ് വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ആ സൂചിയിലേക്ക് ഇതുപോലെ സീക്വൻസ് കോർത്ത് കൊടുക്കുക. ഇനി സെൻറ്ററിൽ ഒരു ഷുഗർ ബീഡ് കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ആ സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിൽ തന്നെ നമുക്ക് നീഡിൽ താഴേക്ക് എടുക്കാം. സെൻറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബീഡ് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ പേൾസ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് കളർ. നീഡിൽ യൂസ് ചെയ്ത് നമുക്ക് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതേപോലെ തന്നെ സീക്വൻസ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പേൾ കൂടി കോർത്ത് കൊടുക്കുക. ഇനി സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ നീഡിലിനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ നോർമൽ നീഡിൽ യൂസ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അരി നീഡിൽ യൂസ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടി പഠിക്കാം. നീഡിൽ കുത്തി ത്രെഡ് മുകളിലേക്ക് എടുക്കുക. ഇനി ഈ ത്രെഡിലേക്ക് ഒരു സീക്വൻസ് കോർത്ത് കൊടുക്കണം. ഞാനിവിടെ ത്രെഡ് കോൺട്രാസ്റ്റ് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സീക്വൻസിൻ്റെ കളർ തന്നെ എടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുത്തത്. സീക്വൻസ് കോർത്തതിന് ശേഷം ഒരു പേള് കൂടി കോർത്ത് കൊടുക്കണം. ഇനി സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ അടുത്ത ചെയിൻ എടുക്കുക. ആ ഒരു ലൂപ്പിനുള്ളിലായിട്ട് ഈ ഒരു ഷുഗർ ബീഡിനെ ടൈറ്റ് ചെയ്യണം. ആ ലൂപ്പിനെ ഇതേപോലെ നീഡിൽ കൊണ്ട് ആ ഷുഗർ ബീഡിനുള്ളിലാക്കി താഴേന്ന് ത്രെഡ് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ടൈറ്റ് ആകും. ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇനി അതിലേക്ക് ഒരു ഷുഗർ ബീഡിനെയും ഒരു സീക്വൻസിനെയും കൂടി കോർത്ത് കൊടുക്കണം. കോർത്ത് കൊടുത്തതിന് ശേഷം ആ സീക്വൻസിൻ്റെ സെൻറ്ററിലൂടെ തന്നെ അടുത്ത ഒരു ചെയിൻ എടുക്കുക. ഇനി ഈ ഒരു ചെയിനിനെ ആ ഷുഗർ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നീഡിൽ കൊണ്ട് ബെൻഡ് ചെയ്ത് താഴേന്ന് ത്രെഡ് പിടിക്കുക. അപ്പം ആ ഷുഗർ ബീഡിനുള്ളിലായിട്ട് ആ ഒരു ലൂപ്പ് ടൈറ്റ് ആയിക്കോളും. വലിയ സീക്വൻസും സെയിം ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം സീക്വൻസ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. ഇനി ആ സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ നീഡിലിനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അരി നീഡിൽ യൂസ് ചെയ്തും സെയിം നമ്മൾ ചെറിയ സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഈ വലിയ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡും ഇതുപോലെ കോർത്ത് കൊടുക്കുക. ഇനിയും സീക്വൻസിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം ആ ഷുഗർ ബീഡിനുള്ളിലായിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്യണം. ഫ്ലാറ്റ് സീക്വൻസിൽ ഇതേപോലെ ടൈറ്റ് ചെയ്യുന്നത് ഈസിയാണ്. അതേസമയം ഇതുപോലുള്ള ഫ്ലവർ സീക്വൻസിൽ ടൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോർമൽ നീഡിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ വലിയ ഫ്ലവറും നമ്മൾ ഈ ചെറിയ ഫ്ലവർ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നീഡിലിൽ വലിയ ഫ്ലവർ കോർത്ത് കൊടുക്കുക. ഇനി സെൻറ്ററിലായിട്ട് ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുത്ത് സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. വലിയ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഷുഗർ ബീഡിന് പകരം നമുക്ക് ഈ ചെറിയ ഫ്ലവർ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം വലിയ ഫ്ലവർ കോർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട്
ഒരു ചെറിയ ഫ്ലവറും അതുപോലെ ഒരു ഷുഗർ ബീഡും കോർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ആ 2 സീക്വൻസിൻ്റെയും 2 ഫ്ലവർ സീക്വൻസ് ഉണ്ടല്ലോ ഇവിടെ, ആ 2 ഫ്ലവർ സീക്വൻസിൻ്റെ സെൻറ്ററിലൂടെ നീഡിലിനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ ലൈനിലല്ലേ ഈ സീക്വൻസ് സ്റ്റിച്ച് ചെയ്തത്, ഇതേപോലെ നമുക്ക് ഫ്ലവർ ഷേപ്പിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സെൻറ്ററിൽ സ്റ്റോണോ അല്ലെങ്കിൽ സീക്വൻസോ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിന് ചുറ്റുമായിട്ട് ഈ ഒരു ഫ്ലവർ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് നോർമൽ നീഡിലോ അല്ലെങ്കിൽ അരി നീഡിലോ യൂസ് ചെയ്യാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്താൽ മതി. ഫ്ലാറ്റ് സീക്വൻസ് നമ്മൾ അരി നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും. അതേസമയം ഇതുപോലുള്ള ഡിസൈനർ സീക്വൻസ് ആകുമ്പം നമ്മൾ നോർമൽ നീഡിലിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ? നമുക്ക് ബുട്ടാസായിട്ടൊക്കെ ഇതുപോലെ സീക്വൻസ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഐ ടൈപ്പ് സീക്വൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഐ ടൈപ്പ് സീക്വൻസ് നമുക്ക് അരി നീഡിൽ യൂസ് ചെയ്തും ചെയ്യാം, അതുപോലെ നോർമൽ നീഡിൽ യൂസ് ചെയ്തും സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും ഫസ്റ്റ് നമുക്ക് ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം നീഡിൽ മുകളിലേക്ക് എടുക്കാം. ഇനി ഈ ഒരു ഐ ഷേപ്പ് സീക്വൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ 2 സൈഡിലും ഹോളുണ്ട്. അപ്പം ആദ്യം ഒരു ഹോളിലേക്ക് നമുക്ക് നീഡിലിനെ കോർത്ത് കൊടുക്കാം. അതുപോലെ ഒരു സൈഡ് ഉള്ളിലേക്കും ഒരു സൈഡ് പുറത്തേക്കും തള്ളിയാണ് ഇരിക്കുന്നത്. ഒരു ലീഫ് എങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത് അതേപോലെ. അപ്പോൾ നമുക്ക് ഈ ഉൾവശത്തേക്ക് ഉള്ള സൈഡാണ് പുറമേ വരേണ്ടത്. ഇതേപോലെ 1 സൈഡ് കോർത്തതിന് ശേഷം ഇനി സെൻറ്ററിൽ അടുത്ത ഹോളിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സെൻറ്ററിൽ ബീഡ്സോ അല്ലെങ്കിൽ 2 ബീഡ്സോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ബീഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 2 ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത ഹോളിലൂടെ നമുക്ക് നീഡിലിനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. നോർമൽ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ സീക്വൻസിന് തൊട്ടടുത്തായിട്ട് ചേർന്ന് അടുത്ത സ്റ്റിച്ച് എടുക്കല്ല്. കാരണം ഇതിൻ്റെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ ഹോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ കൊടുത്തിരിക്കണം. സീക്വൻസിൻ്റെ 1 സൈഡ് നീഡിലിൽ കോർത്ത് കൊടുക്കുക. ഇനിയും സെൻറ്ററിൽ ഞാനിവിടെ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ 2 കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഹോളിലേക്ക് നമുക്ക് നീഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് ഇറക്കാം. വീണ്ടും ഇതേപോലെ നീഡിൽ മുകളിലേക്ക് എടുക്കുക. സീക്വൻസിൻ്റെ 1 സൈഡ് നീഡിലിൽ കോർത്ത് കൊടുക്കുക. ഇനി ഇവിടെ ഞാൻ ഷുഗർ ബീഡാണ് കേട്ടോ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. സെൻറ്ററിൽ എത്ര ബീഡ്സ് ആണോ കൊള്ളുന്നത് അത്രയും മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഇപ്പം ഷുഗർ ബീഡ്സ് 3 എണ്ണമാണ് സെൻറ്ററിൽ കവറാകുന്നത്. അടുത്തത് 2 പേൾസും സെൻറ്ററിൽ ഷുഗർ ബീഡും ചേർത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഗോൾഡൻ കളർ ഷുഗർ ബീഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നീഡിലിൽ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അരി നീഡിൽ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഫ്ലവറിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. സെൻറ്ററിൽ ഞാനൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റോൺ ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇതിന് ചുറ്റുമായിട്ട് ഫ്ലവർ ഷേപ്പ് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യൽ കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് ആയില്ലേ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഏത് ഹോളിലൂടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പുറത്തെ ഹോളിലൂടെയാണ് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുന്നത്. ഇനി സെൻറ്ററിൽ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിലെ ഹോളിലേക്ക് അടുത്ത ചെയിൻ എടുക്കുക. അതേ ഹോളിൽ തന്നെ എൻഡ് നോട്ടും കൊടുക്കണം. എൻഡ് നോട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക് ത്രെഡിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ മുകളിൽ ബാലൻസ് ഇരിക്കുന്ന ത്രെഡ് താഴേക്ക് പോരും. ഇവിടെ ഞാൻ ആ സെൻറ്ററിനോട് ചേർന്നുള്ള ഹോളിലൂടെയാണ് കേട്ടോ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നീഡിൽ കുത്തി ത്രെഡ് എടുത്തു. ഇനി ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. അടുത്ത സ്റ്റിച്ച് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ത്രെഡ് എടുക്കുക. ഇനി അതേ ഹോളിൽ തന്നെ എൻഡ് നോട്ടും കൊടുക്കണം. ഇപ്പോൾ എങ്ങനെയാണ് അരി നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഓരോ പെറ്റൽസായിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ബീഡ്സ് സെൻറ്ററിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ഹോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ഹോളിൽ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ബീഡ്സ് സെൻറ്ററിൽ കൊടുക്കണ്ടെങ്കിൽ ഒരു ഹോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്തായിട്ട് എൻഡ് നോട്ട് കൊടുക്കുക. 2 ഹോളും അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഹോളിൽ നിന്ന് ത്രെഡ് എടുക്കുക, അതിനുശേഷം പുറത്ത് എൻഡ് നോട്ട് കൊടുക്കുക. ബീഡ്സ് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ഹോളിൽ എൻഡ് നോട്ട് കൊടുക്കുക. നമ്മൾ ലീഫ് ഷേപ്പായിട്ടാണ് ഈ ഒരു സീക്വൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെൻറ്ററിൽ ഇതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ഫ്ലവർ മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് ബുട്ട ഡിസൈൻ ചെയ്യാം. നെക്സ്റ്റ് 1 സൈഡ് ഹോൾ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്ന പഠിക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് ലൈനിൽ പ്രാക്ടീസ് ചെയ്യാം, അതിനുശേഷം ഫ്ലവർ ഡിസൈൻ ചെയ്യാം. ഈ സീക്വൻസ് നമുക്ക് അരി നീഡിലിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇതേപോലെ ലൈനിൽ പ്രാക്ടീസ് ചെയ്യാം. ലൈനിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് ഫ്ലവറിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഡ്രോ ചെയ്ത ആ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ ഒരു ഹോള് ആ ലൈനിലേക്ക് ഇതേപോലെ വെക്കുക. ഇനി നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇനി താഴേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഫ്ലാറ്റ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെയാണ് ഇവിടെയും സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഫ്ലാറ്റ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഈ സൈഡ് ഹോൾ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നേരെ മുകളിൽ ഈ സീക്വൻസിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഈ സീക്വൻസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി വീണ്ടും അടുത്ത സീക്വൻസ് ആ ത്രെഡിലേക്ക് ഇതേപോലെ കോർത്ത് കൊടുക്കുക. കോർത്ത് കൊടുത്ത ശേഷം വീണ്ടും താഴേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ സെക്കൻഡ് സീക്വൻസ് ഫസ്റ്റ് സീക്വൻസിൻ്റെ പകുതിയിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി വീണ്ടും മുകളിൽ സെക്കൻഡ് സീക്വൻസിനടുത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും അടുത്ത സീക്വൻസ് നമുക്ക് ആ ത്രെഡിൽ ഇതേപോലെ കോർത്ത് കൊടുക്കുക. ഇനി താഴേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. താഴേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ സീക്വൻസ് കറക്റ്റ് സ്പേസിൽ അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡ് ഹോൾ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. ലൈനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. സീക്വൻസ് യൂസ് ചെയ്ത് ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ക്രിയേറ്റീവായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സീക്വൻസ് മാത്രം യൂസ് ചെയ്തിട്ടല്ല, സീക്വൻസും ബീഡ്സും ചേർത്ത് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെറിയ സർക്കിൾ വരയ്ക്കല്ല്, അപ്പോൾ ഒരുപാട് ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് വലിയ സർക്കിൾ തന്നെ വരയ്ക്കണം കേട്ടോ. ഇനി ഈ സർക്കിളിൻ്റെ ലൈനിനെ ബേസ് ചെയ്ത് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്യുക. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇനി സീക്വൻസ് ഇതേപോലെ കോർത്ത് കൊടുക്കുക. ഇനി ആ സർക്കിളിനുള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും മുകളിൽ ആ സർക്കിളിൻ്റെ ലൈനിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. വീണ്ടും സീക്വൻസ് കോർത്ത് കൊടുക്കുക. സീക്വൻസ് കോർത്ത് കൊടുത്തതിന് ശേഷം സർക്കിളിനുള്ളിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്. പിന്നെ മുകളിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഓരോ സീക്വൻസിൻ്റെയും ഹാഫ് പാർട്ടിൽ നിന്നാണ് അടുത്ത സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് സ്റ്റിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഗ്യാപ്പിൽ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി കാണില്ല കേട്ടോ. ഇതുപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് കൊടുത്താൽ ഒരു 3D ലുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് സീക്വൻസിന് ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ ഓരോ സീക്വൻസും ഒന്നിന് മുകളിലായിട്ടല്ലേ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് സീക്വൻസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ പിങ്ക് കളർ സീക്വൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡും ഞാൻ പിങ്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സെയിം നമ്മൾ ഫ്ലാറ്റ് സീക്വൻസിൽ ഫ്ലവർ ചെയ്തിരുന്നു. പക്ഷേ അവിടെ സെൻറ്ററിലായിരുന്നല്ലോ ഹോള്, ഇവിടെ സൈഡിലാണ് ഹോളെന്നേ ഉള്ളൂ. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് എത്ര സീക്വൻസ് കാണണോ അതിനനുസരിച്ചാണ് കേട്ടോ സെക്കൻഡ് ലെയർ ഉള്ളിൽ സ്റ്റിച്ചസ് എടുക്കേണ്ടത്.
ഞാനിവിടെ ഫസ്റ്റ് ലെയറിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം കാണുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ചസ് എടുത്തിരിക്കുന്നത്. അതായത് ആ യെല്ലോ കളർ സീക്വൻസിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞാൻ പിങ്ക് കളർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ യെല്ലോ കളർ കുറച്ച് മാത്രം പുറത്തോട്ട് കാണുന്നത്. ഇനി ഇവിടെ ലാസ്റ്റ് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് സീക്വൻസിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ലെയർ ഞാൻ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിംഗിൾ കളർ യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ ഓരോ ലെയറും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡബിൾ കളർ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും സിംഗിൾ കളർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇപ്പോൾ തേർഡ് ലെയറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളിലായിട്ട് നമുക്ക് ബീഡ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലിപ്പ് സ്റ്റോൺസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫോർത്ത് ലെയർ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ലെയർ കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി സെൻറ്ററിൽ ബീഡ്സോ സ്റ്റോണോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെൻറ്ററിൽ 4 mm ബീഡ്സ് കൊടുത്ത് അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ല നല്ല ഡിസൈൻസ് പ്രാക്ടീസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്